أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين والعاقبة للمتقين اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب دوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وعدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد الفاتح لما أغلق وخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലാണ് ഇന്ന് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളിൽ നിന്ന് വന്നുപോയ സകലമാന ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവരുടെ കച്ചവടത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ, അവർക്കൊക്കെ സ്വാലിഹത്തായ മക്കളെ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കളെ അല്ലാഹു സ്വാലിഹത്തായ മക്കളാക്കി മാറ്റുമാറാവട്ടെ. ഇരു ലോകത്തും ഉപകരിക്കുന്ന, മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകളെ അല്ലാഹു നൽകുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. മാറാവ്യാധി രോഗങ്ങൾ, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, കിഡ്നിക്ക് അസുഖമുള്ളവർ, മജ്ജക്ക് പ്രശ്നമുള്ളത്, തലച്ചോറിന് പ്രശ്നമുള്ളവർ, കാഴ്ചക്ക് പ്രശ്നമുള്ളവർ, കൈകാലുകൾ വേദനയുള്ളവർ, നടുവേദനയുള്ളവർ, ശരീരം മാസകലം വേദനയും പൈശാചികമായ ഉപദ്രവങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവിടെയൊക്കെ പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ പ്രണയത്തിൽ, അവിഹിത ബന്ധത്തിൽ പെട്ടുപോയ ഒരുപാട് യുവതികൾ, യുവാക്കന്മാർ, അവരിൽ നിന്ന് അല്ലാഹു അവരൊക്കെ സംരക്ഷിക്കുമാറാവട്ടെ. അതിൽ നിന്നൊക്കെ അവരെ വേർപിരിഞ്ഞ് അവരുടെ സ്വന്തം ഭർത്താക്കന്മാരെ നല്ല നിലക്ക് സ്നേഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. അതുപോലെ നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, അവരുടെയൊക്കെ ഖബർ അല്ലാഹു വിശാലത നൽകുമാറാവട്ടെ. ഖബർ അല്ലാഹു അവർക്ക് സ്വർഗീയ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഭാര്യ സന്താനങ്ങൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, കൂട്ടുകുടുംബാദികൾ, അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന പരിശുദ്ധമായ ഖുർആനിലും മറ്റുള്ള ഇതിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ഒരു ചെറിയ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന ഫാത്തിഹയിൽ സൂറത്തിൽ എണ്ണിയതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ബിസ്മി കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ട്.
ഒരുപാട് ഫളായിലുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ ബിസ്മിക്ക് ഒരുപാട് ഫളായിലുകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്കൊക്കെ ഉപകരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, അയൽവാസികളിലേക്ക് ഒക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നമ്മളൊക്കെ ഒരു മനുഷ്യന്മാരാണ്. നമുക്ക് ഒരുപാട് ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാനുണ്ടാവും, ഒരുപാട് ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനുണ്ടാവും. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഈ ആയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും നിറവേറാൻ മുറാദുകൾ നിറവേറാനുണ്ടെങ്കിൽ, ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ, മാസത്തിൻ്റെ ആദ്യത്തെ ജുമുഅ ദിവസം, അറബി മാസത്തിൽ ആദ്യത്തെ ജുമുഅ ദിവസം അവൻ നോമ്പനുഷ്ഠിക്കുക. മഗ്‌രിബിന് നോമ്പ് തുറന്ന് അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 786 പ്രാവശ്യം അവൻ ചൊല്ലുകയും 786 പ്രാവശ്യം അവൻ ഓതിയതിന് ശേഷം ഇശാവും കഴിഞ്ഞ് സുബഹിക്ക് ശേഷം വീണ്ടും 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുകയും പിന്നീട് അവൻ അള്ളാഹുവിനോട് അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. ഹാജത്തിനെ, അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് തേടുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ, അവൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അത് പൂർത്തിയാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നോമ്പനുഷ്ഠിക്കുക. നോമ്പനുഷ്ഠിച്ചതിന് ശേഷം മഗ്‌രിബിന് നോമ്പ് തുറന്ന് 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുകയും ഇശാ കഴിഞ്ഞ് സുബഹി നിസ്കരിച്ചതിന് ശേഷം വീണ്ടും 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുകയും എന്നിട്ടവൻ അവൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്താൽ അവൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സുബഹി നിസ്കാരത്തിന് ശേഷം കിബിലയിലേക്ക് അഭിമുഖമായി തിരിഞ്ഞിരുന്നു കൊണ്ട് യാ വഹാബ് എന്ന് 100 പ്രാവശ്യവും യാ റസാഖ് എന്ന് 100 പ്രാവശ്യവും യാ മുഇസു 100 പ്രാവശ്യവും യാ സലാമു എന്ന് 100 പ്രാവശ്യവും, അല്ലാഹ് എന്നതിലൊക്കെ കൂട്ടിക്കൊടുക്കണം. യാ വഹാബ് യാ അല്ലാഹ് എന്ന് 100 പ്രാവശ്യവും യാ റസാഖ് യാ അല്ലാഹ് എന്ന് 100 പ്രാവശ്യവും യാ മുഇസു യാ അല്ലാഹ് എന്ന് 100 പ്രാവശ്യവും യാ വഹാബ് യാ സലാമു യാ അല്ലാഹ് എന്ന് 100 പ്രാവശ്യവും ഒരു മനുഷ്യൻ സുബഹി നിസ്കരിച്ചുകൊണ്ട് കിബിലക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ഇതെല്ലാം 100 പ്രാവശ്യം അവൻ ചൊല്ലുകയാണെങ്കിൽ, ചൊല്ലിക്കൊണ്ട് 100 പ്രാവശ്യം വീതം ചൊല്ലിയ ശേഷം ഹാജത്തിനെ, അവൻ്റെ ഉദ്ദേശത്തെ അവൻ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു നിറവേറ്റി കൊടുക്കും, വീട്ടപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഹാജത്തിന് വേണ്ടി വളരെ വിശേഷപ്പെട്ട മറ്റൊരു അമലാണ് അസർ നിസ്കാരത്തിന് ശേഷം ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ 300 പ്രാവശ്യം ഓതുക. നമുക്ക് ഉദ്ദേശം പൂർത്തിയാവാനുണ്ട് എങ്കിൽ അസർ നിസ്കാരത്തിന് ശേഷം കിബിലയിലേക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് 300 പ്രാവശ്യം ഓതുക. അവൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു.
അതുപോലെ തന്നെയാണ് മറ്റൊരു അമൽ. ഇശാ നിസ്കാര ശേഷം ആരോടും മിണ്ടാതെ യാ അവ്വലു യാ ആഖിറു എന്ന് 1000 വട്ടം ചൊല്ലിയാൽ, യാ അവ്വലു യാ ആഖിറു എന്ന് 1000 പ്രാവശ്യം ചൊല്ലുക. പിന്നീട് അള്ളാഹുവിനോട് യാ അവ്വലു യാ ആഖിറു എന്ന് 1000 പ്രാവശ്യം ചൊല്ലുകയും 111 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുകയും ചെയ്താൽ, 111 പ്രാവശ്യം സ്വലാത്തും കൂടി ചൊല്ലി അള്ളാഹുവിനോട് അവൻ ഹാജത്തിനെ ചോദിച്ചാൽ അള്ളാഹു വീട്ടിൽ കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഒരു മനുഷ്യനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, മുറാദുകൾ വീട്ടപ്പെടാനുണ്ടെങ്കിൽ, ഉദ്ദേശങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നോമ്പനുഷ്ഠിക്കുകയും മഗ്‌രിബിന് നോമ്പ് സമയത്ത് നോമ്പ് തുറന്നുകൊണ്ട് 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നവൻ ചൊല്ലുകയും, പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞ് അവൻ ഉറങ്ങിയതിന് ശേഷം സുബഹിക്ക് എണീച്ച് സുബഹി നിസ്കരിച്ചതിന് ശേഷം 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നവൻ ചൊല്ലി അവൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് എല്ലാ സുബഹി നിസ്കാരത്തിന് ശേഷവും ഖിബലയിലേക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് യാ വഹാബ് യാ അല്ലാഹ്, യാ റസാഖ് യാ അല്ലാഹ്, യാ മുഇസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, ഇത് 4 ഇസ്മുകളും 100 പ്രാവശ്യം അവൻ ചൊല്ലിക്കഴിഞ്ഞ് അള്ളാഹുവിനോട് ഹാജത്തിനെ ചോദിച്ചാൽ അവൻ്റെ ഉദ്ദേശങ്ങൾ വീട്ടപ്പെടണമെന്ന് അള്ളാഹുവിനോട് അവൻ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു എന്താണ് വീട്ടിക്കൊടുക്കുമെന്ന് മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊന്ന്, ഹാജത്തിനെ വീടണമെന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അസ്ർ നിസ്കാര ശേഷം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് 300 പ്രാവശ്യം ഓതുക. എന്നിട്ട് അള്ളാഹുവിനോട് ഹാജത്തിന് അവൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് വീട്ടപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇശാ നമസ്കാര ശേഷം ആരോടും മിണ്ടാതെ യാ അവ്വലു യാ ആഖിറു യാ അല്ലാഹ് എന്ന് 1000 പ്രാവശ്യം ഓതുക. പിന്നീട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന സ്വലാത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് ഏതാണോ ആ സ്വലാത്ത് 111 പ്രാവശ്യവും ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങളുടെ ഹാജത്തിനെ, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്താണോ അതിന് വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല വീട്ടിത്തരും. ഇഖ്ലാസോട് കൂടി ഇത് ചെയ്യണം. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറണമെന്ന ഉദ്ദേശത്തോടു കൂടി, ഇഖ്ലാസോടു കൂടി, ഒളുവോടു കൂടിയൊക്കെ ഇത് ചെയ്താൽ ഇതിന് ഫായിദയുണ്ട്, ഫളായിലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇന്ന് കണ്ട കാര്യം ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ അറിയിച്ചു തന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇത് നീ ചെയ്യലുണ്ടോ എന്നൊന്നും ചോദിക്കണ്ട. ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇൻഷാ അല്ലാഹ് എനിക്ക് അങ്ങനെ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ഞാനും ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും ഇത് ചെയ്യുവാനുള്ള തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ ഇത് പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റിത്തരുമാറാവട്ടെ.
അതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ അയൽവാസികളിലേക്കൊക്കെ നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുക. ഇത് നമുക്ക് ഒന്നും സമ്പാദിക്കാനോ വരുമാന മാർഗത്തിനോ വേണ്ടിയൊന്നുമല്ല. ഇത് എപ്പോൾ വേണമെങ്കിലും, ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് തിരക്കിലായിരുന്നു, അതുകൊണ്ടൊന്നും വീഡിയോസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. കിട്ടിയ സമയത്ത് ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർത്ത് തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, സ്വലാത്തിൻ്റെ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ഇന്നത്തെ ദുആയിൽ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു നമുക്ക് പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ തന്നെ വീടും പറമ്പൊക്കെ വിൽപ്പന ചെയ്യാൻ വേണ്ടി കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിയതിൻ്റെ പേരിൽ വിൽപ്പന ചെയ്യാൻ വേണ്ടി വെച്ചവരുണ്ട്. അതൊക്കെ നല്ല നിലക്ക് വിറ്റുപോകാനൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സ്വലാത്തിലൂടെ നമുക്ക് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരുടെ ഉദ്ദേശങ്ങളും മുറാദുകളും അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.